കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും നീലത്തടാകങ്ങളുടെയും നാടാണ് രാജസ്ഥാൻ. ലോകത്തെ മറ്റു കോട്ടകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന കൊട്ടാരമാണ് ഉദയ്പൂരിലെ സിറ്റി പാലസ്. 400 രൂപയാണ് പ്രവേശന ഫീസ് എങ്കിലും സീനിയർ സിറ്റിസൺ എന്ന നിലയ്ക്ക് എനിക്ക് 150 രൂപ കുറച്ചു തരികയുണ്ടായി. കോട്ടവാതിലിലേക്ക് 100 മീറ്ററിലധികം ഇനിയും നടക്കാനുണ്ട്. കോട്ടവാതിൽ കടന്നപ്പോഴാണ് കൊട്ടാരത്തിന്റെ മഹിമ എനിക്ക് മനസ്സിലായത്. വലതുവശത്തായാണ് വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട്. കോട്ടയെ ചുറ്റിക്കൊണ്ട് കല്ല് വിരിച്ച പാതയാണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് സഞ്ചാരികളെ വഹിച്ചു കൊണ്ടുപോകുന്ന ബഗ്ഗികൾ. ശിലാപാളികൾ പതിച്ച പാതയിലൂടെ മുമ്പോട്ട് നടന്നു. ഇടതുവശത്ത് പിച്ചോള തടാകം, വലതുഭാഗത്തായി ഉയർന്ന കോട്ടയും. നീലജലാശയത്തിൽ പൊങ്ങിക്കിടക്കുന്ന മാതിരി തോന്നിക്കുന്ന ലേക്ക് പാലസ്. 1971 താജ് ഗ്രൂപ്പ് ഈ പാലസ് ഏറ്റെടുത്ത് നടത്തി വരുന്നു. 14-ാം നൂറ്റാണ്ടിൽ അന്ന് ഭരിച്ചിരുന്നവർ മണ്ണുകൊണ്ട് അണകെട്ടി നിർമ്മിച്ചതാണ് ഈ തടാകം. ഫത്തേ പ്രകാശ് പാലസ് കൺവെൻഷൻ സെന്ററാണിത്. ടിക്കറ്റ് പരിശോധിക്കുന്ന തിരക്കാണ് മുന്നിലെ ഗേറ്റിൽ. താമസിയാതെ അകത്ത് കടന്നു. വഴിയരികിൽ ഐരാവതം. 16-ാം നൂറ്റാണ്ട് മുതൽ മേവാർ രാജകുടുംബം ഭരണം നടത്തിയിരുന്നത് ഈ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു. കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളും 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. മേവാർ രാജവംശവൃക്ഷത്തിന്റെ ചാർട്ടാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കോട്ട ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. മേവാർ ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ കൊട്ടാര സമുച്ചയം പ്രവർത്തിക്കുന്നത്. സഞ്ചാരികളിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. പടക്കോപ്പുകളുടെയും യുദ്ധോപകരണങ്ങളുടെയും ഒരു സമുച്ചയമാണ് ഈ മ്യൂസിയം. യുദ്ധത്തിൽ കുതിരകൾക്ക് വലിയ പങ്കാണ് വഹിക്കാനുണ്ടായിരുന്നത് എന്ന് ഈ മ്യൂസിയം കണ്ടാൽ മനസ്സിലാകും. മഹാറാണ ഭഗത് സിംഗ് മേവാർ സിറ്റി പാലസിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നു. 1984-ലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഇവിടെ പ്രധാനമായി കാണുന്നത്. ബഹുവർണ്ണത്തിലുള്ള ചില്ലുജാലകങ്ങൾ മിക്കവാറും എല്ലാ കോട്ടകളുടെയും ഒരു പ്രത്യേകതയാണ്. സൈന്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാജ്യഭരണകാലത്തെ ഒരു യുദ്ധരംഗമാണ് ഈ ചിത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ബാത്ത് ടബാണിത്. രാജകുടുംബാംഗങ്ങൾക്ക് കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ
മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കത്തക്ക രീതിയിലാണ് ഇവിടുത്തെ നിർമ്മിതി. മഹാരാജ ചതുർ സിംഗ്, അദ്ദേഹത്തിൻ്റെ ജീവിതവും ഭരണകാലത്തെ നേട്ടങ്ങളുമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായ ഉദ്യാനമായി നിലനിർത്തിയിരിക്കുന്ന അകത്തളങ്ങൾ ഈ കോട്ടയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു ചെറിയ കുന്നിൻ മുകളിലുള്ള ഈ കോട്ടകളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഭൂപ്രകൃതിക്ക് അനുകൂലമായാണ്. കൊട്ടാരത്തിലെ മേൽത്തട്ടുകൾ എത്രത്തോളം മനോഹരമായാണ് അലങ്കരിച്ചിരിക്കുന്നത് എന്ന് കാണാം. ഉദയപൂർ നഗരത്തിന്റെ ദൃശ്യമാണിത്. സൂര്യപ്രകാശ് അസംബ്ലി റൂമിലെ സൂര്യന്റെ പ്രതീകമാണിത്. ഭംഗിയുള്ള ചില്ലുകൊട്ടാരം. ഗ്യാസ് അടുപ്പുകൾ പ്രയോഗത്തിലില്ലാതിരുന്ന ഒരു കാലമായിരുന്നു അത്. പഴയകാല സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഗാലറിയാണ് ഇവിടെ കാണുന്നത്. ധോലാകർമ്മ, ശുചിത്വത്തോടെയുള്ള ഒരു ജീവിതശൈലി, അതിന് അക്കാലങ്ങളിൽ നൽകിയ പ്രാധാന്യം എത്രത്തോളമായിരുന്നു എന്ന് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം. സഞ്ചാരികൾ കൂട്ടം കൂട്ടമായി നിന്ന് അവരുടെ ഗൈഡിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശിലാപ്രതിമകളും വാദ്യോപകരണങ്ങളും. ഇത് ഒരു പല്ലക്കാണ്.
ആചാരപ്രകാരമുള്ള എഴുന്നള്ളിപ്പിനാണ് ഇത് പ്രത്യേകിച്ചും ഉപയോഗിക്കുന്നത്. യുദ്ധത്തിൽ കുതിരകളുടെ പങ്ക് അല്ലെങ്കിൽ പ്രാധാന്യം ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചതാണ്. പ്രത്യേക വംശത്തിൽപ്പെട്ട കുതിരകളെ അതിനുവേണ്ടി ഇവിടെ പരിശീലിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സിറ്റി പാലസിന്റെ അകം മുഴുവൻ ചുറ്റിക്കറങ്ങി അവസാനമായി വീണ്ടും എത്തുന്നത് തുടങ്ങിയ അതേ സ്ഥലത്ത് തന്നെയാണ്, മെയിൻ എൻട്രൻസ്. സിറ്റി പാലസിന്റെ മെയിൻ ഗേറ്റിന് പുറത്തായുള്ള പാർക്കിംഗ് സ്ഥലമാണ് അകലെയായി കാണുന്നത്. തുടർന്ന് പിച്ചോള തടാകത്തിലെ നീല ജലാശയത്തിൽ ഒരു ബോട്ട് സവാരിയും നടത്തി. സിറ്റി പാലസാണ് അകലെയായി കാണുന്നത്. താജ് ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന പാലസാണിത്. അവിടെ മുറിയെടുത്ത് താമസിക്കാനായി ചെല്ലുന്നവരെ വളരെ രാജകീയമായി തന്നെയാണ് സ്വീകരിക്കുന്നത്. ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പിതാവുമായി പിണങ്ങി ഇവിടെ പിച്ചോള തടാകത്തിലുള്ള ഈ ദ്വീപിലെ കൊട്ടാരത്തിൽ വന്ന് താമസിക്കുകയുണ്ടായിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അങ്ങനെ ബോട്ട് യാത്ര തുടങ്ങിയിടത്തു തന്നെ അവസാനിച്ചു. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കത്തക്ക രീതിയിൽ കൊട്ടാരവും അതിനോട് ബന്ധപ്പെട്ട പരിസര പ്രദേശവും എത്രത്തോളം മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്നു എന്ന് ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.